കുറച്ച് ദിവസത്തെ അടുപ്പിച്ചൊരു മഴയ്ക്ക് ശേഷം നമ്മുടെ ഈ ഒരു ടാങ്ക് വന്നൊന്ന് നോക്കുവാണ്. അപ്പം നമ്മുടെ ടാങ്കിലേക്ക് വന്ന് നോക്കിയപ്പോഴത്തേക്കും നമ്മുടെ റിങ്ങിലാണെങ്കിൽ തീരെ വെള്ളമില്ലായിരുന്നു. നമ്മൾ ഈ റിങ് അടച്ചു വെച്ചേക്കുന്ന വലിയൊരു കട്ടിയുള്ളൊരു ഷീറ്റ് വെച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെ വെള്ളം അത്രയ്ക്ക് അകത്തേക്ക് കയറത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വെള്ളം കുറവുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ അത്രയും ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പം നമ്മളിപ്പോൾ മോട്ടർ ഓണാക്കി നമ്മൾ വെള്ളം അകത്തോട്ട് കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കാണുമ്പോൾ വലിയ കാര്യമായിട്ട് മീനൊന്നും തോന്നിയില്ലെങ്കിലും ഇതിൽ ഏകദേശം ഒരു 10-20 ഗപ്പിയോളം കിടപ്പുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ വെള്ളം മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോകണം. പിന്നെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഒരാൾ പറഞ്ഞിരുന്നു ഈ ഒരു ടാങ്കിൽ ലീക്ക് കാണും, അതുകൊണ്ടാണ് വെള്ളം ഒരുപാട് അങ്ങ് കുറയുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്തായാലും ലീക്ക് ഉണ്ടെന്ന് നമുക്കും അറിയാം. എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഈ ഒരു ടാങ്ക് മൊത്തത്തിൽ ഇതിൻ്റെ മണ്ണെല്ലാം കളഞ്ഞിട്ട് ഒന്നുകൂടെ തറയൊക്കെ ഒന്ന് തേച്ചെടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു പരിപാടി നമുക്ക് ഇതിൽ കിടപ്പുണ്ട് ശരിക്കും പറഞ്ഞാൽ. എന്തായാലും വലുതായിട്ട് അങ്ങനെ പേടിക്കേണ്ട ലീക്കോ കാര്യങ്ങളൊന്നുമല്ല. നമ്മൾ ലീക്ക് ഇവിടെ നമ്മൾ സ്പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തായാലും നമുക്ക് അവിടെ കുറച്ച് സിമെൻറ്റൊക്കെ ഇട്ട് എന്തായാലും നമുക്ക് ലെവലാക്കി എടുക്കണം. പിന്നെ നമുക്ക് ഈ ഒരു ടാങ്കിലേക്ക് നമ്മളിപ്പോൾ ഫുൾ ടാങ്ക് വെള്ളം അടിച്ച് വെച്ച് തന്നെ ഇത് ഏകദേശം കറക്റ്റ് ഒരാഴ്ച ആകുമ്പോഴത്തേക്കും കറക്റ്റ് പകുതിയോളം വെള്ളമായി നിൽക്കും. അപ്പോൾ അത്രയും ഒരു ലീക്കിൻ്റെ പവർ ഉള്ളത് കൊണ്ട് തന്നെ നമുക്കിപ്പം ഇതൊന്ന് ജസ്റ്റ് ഇടയ്ക്കിടയ്ക്ക് വെള്ളം റീഫിൽ ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അതിലും വലിയ ലീക്കുള്ളതായിരുന്നു നമ്മുടെ ഈ കാണുന്ന ഫ്രിഡ്ജ് ബോക്സ്. ഇതിലാണെങ്കിൽ നമുക്ക് അവിടെ ഇവിടെയും കുറേ ലീക്ക് ഉണ്ടായിരുന്നു. പക്ഷേ നമുക്ക് കുറച്ച് MCലിൻ്റെ ആവശ്യമേ വന്നുള്ളൂ. നമ്മളെല്ലാ ലീക്കും അടച്ചിട്ട് ഇത്രയും നാളായിട്ടും ഞാൻ ഒറ്റവട്ടം ഇതിൽ MCൽ യൂസ് ചെയ്തിട്ടുള്ളൂ ഈ ഒരു ടാങ്കിനകത്ത്. അപ്പം ആ ഒരു ഒറ്റവട്ടം യൂസ് ചെയ്ത് ഇപ്പോഴും നാണ്ട് വെള്ളം അതേപോലെ നിൽക്കുന്നു. ഇപ്പോൾ ഏകദേശം ഇത്രയും വെള്ളമുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴവെള്ളമാണ്. കാരണം ഇതിൽ നെറ്റാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് നല്ല രീതിയിൽ വെള്ളം ഇതിൽ നിൽക്കും. അതുകൊണ്ട് തന്നെ ഇപ്പം ഇതിൽ പ്രത്യേകിച്ച് ഇതുവരെയായിട്ട് ഒരു ലീക്കോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. നമ്മൾ അന്ന് ഒട്ടിച്ച് എല്ലാം സെറ്റാക്കി എടുത്തൊരു ഫ്രിഡ്ജ് ബോക്സാണ്. എന്തായാലും ഇനിയിപ്പോൾ ഇതിൽ വെള്ളം നിറയട്ടെ, അപ്പോഴത്തേക്ക് നമുക്ക് വേറൊരു പരിപാടിയും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ ടാങ്കൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് നമ്മുടെ കണ്ണിൽ ഇതേണ്ട ഈ ഒരു കുപ്പി വിടുന്നത്. ഇതെന്തിൻ്റെ കുപ്പിയാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ഈ ഒരു കുപ്പി കണ്ടപ്പോൾ നമുക്ക് ജസ്റ്റ് ഒരു ഐഡിയ തോന്നി. ഈ ഒരു കുപ്പി കണ്ടപ്പോൾ തോന്നിയ ഒരു ഐഡിയ ആണ് ഇതിലൊരു മിനി അക്വേറിയം ഒന്ന് ചെയ്ത് നോക്കിയാലും. എന്തായാലും നമുക്ക് ജസ്റ്റ് ആദ്യം കുപ്പി ഒന്ന് വീക്ഷിക്കാം. കാരണം കുപ്പി നല്ലതാണെങ്കിലേ നമ്മുടെ പ്ലാനും നടക്കത്തുള്ളൂ. ഇതിൽ വല്ല പൊട്ടലോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമ്മുടെ പ്ലാനൊന്നും നടക്കത്തില്ല. എന്തായാലും അത്യാവശ്യം നല്ല കനമുള്ള കുപ്പിയാണ് കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും നമുക്കിതൊന്ന് കഴുകിയൊക്കെ എടുക്കണം. ഇതിൽ അത്യാവശ്യം മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇനി ഇത് കഴുകി നല്ലപോലെ വെച്ച് വെള്ളമൊക്കെ പിടിച്ചതിലൊന്ന് വെച്ച് നോക്കണം ഇതിൽ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നറിയാൻ. എന്തായാലും നമുക്കിനിയിപ്പം അടപ്പ് തുറന്നിട്ട് നമുക്ക് അങ്ങനത്തെ അകത്തെ സ്ഥിതി എന്താണെന്ന് നോക്കാം. അകത്തൊരുപാട് മണ്ണും ചെളിയൊക്കെ ഉണ്ട്. അടപ്പ് തുറക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു മണ്ണിൻ്റെ ആ ഒരു സൗണ്ട് നല്ലപോലെ കേൾക്കാൻ പറ്റുന്നുണ്ട്. എന്തായാലും നമ്മൾ അടപ്പ് തുറന്നപ്പോഴത്തേക്കും ഇങ്ങനൊരു സാധനമാണ് ഇത് കാണുന്നത്. ഡ്രിങ്ക്സ് ഒക്കെ കുടിക്കുന്നവർക്ക് എന്താണ് സാധനം എന്നൊക്കെ മനസ്സിലായി കാണും. മൊത്തത്തിൽ കമത്തി കളയാതിരിക്കാൻ വേണ്ടി എന്തോ സാധനാപ്പിളി കൊടുത്തിരിക്കുകയാണ്. എന്തായാലും നമുക്ക് സാധനം എന്തെങ്കിലും അഴിച്ചെടുക്കണം. കാരണം അത് അഴിച്ചെടുക്കാതെ നമുക്ക് ഇതിനെ ഒന്ന് ക്ലീൻ ചെയ്യാനും പറ്റത്തില്ല. എന്തായാലും ഓടിച്ചെന്ന് പോയി നമ്മൾ സ്ക്രൂ ഡ്രൈവർ എടുത്തുകൊണ്ട് വന്ന് അതിൻ്റെ അറ്റത്തൊന്ന് കുത്തി അങ്ങ് പൊക്കാൻ നോക്കുവാണ്. എന്തായാലും ആ പഠിച്ച് വെച്ചേക്കുന്നല്ലോ നല്ല ടൈറ്റായിട്ട് തന്നെയാണ് സാധനം ഇരിക്കുന്നത്. എന്തായാലും കുറച്ച് പാടുപെട്ട് നമ്മളത് പൊക്കി വലിച്ചെടുക്കാൻ. അപ്പം നമ്മൾ അത്യാവശ്യം നല്ല ബലം കൊടുത്ത് ഒരൊറ്റ കൈ കൊണ്ടാണ് ചെയ്യുന്നത്. കാരണം ഒരു കയ്യിൽ നമ്മുടെ ക്യാമറ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു കൈ കൊണ്ട് തന്നെ അത് ഇളക്കാൻ നോക്കി. എന്തായാലും ഒരു കൈ കൊണ്ട് തന്നെ നമ്മളത് ഇളക്കിയെടുത്ത് എന്തായാലും അങ്ങനെ ചെറുതായിട്ട് സ്ക്രൂ ഡ്രൈവർ വെച്ച് ഒന്ന് പൊക്കി വിട്ടതിന് ശേഷം ഇനിയിപ്പോൾ നമ്മുടെ കൈ കൊണ്ടൊരു വലി ഒഴിച്ചു കഴിഞ്ഞാൽ ആ സാധനം ഇങ്ങനെ പോരുന്ന പരുവത്തിലാക്കി എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ സാധനം തന്നെ ഇവിടെ ഊരിയെടുത്ത്. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരാവശ്യമില്ല. എന്തായാലും സാധനം കൊള്ളാമെന്നുണ്ട്. കണ്ടോ ആ ഒരു വിടവിൽ കൂടാണ് നമ്മൾ ഡ്രിങ്ക്സ് ഒഴിക്കുമ്പം വലിയ ഫ്ലോ ഇല്ലാതെ സാധനം വരുന്നത്. എന്തായാലും ഇനിയിപ്പം നമുക്ക് അകം നല്ലപോലെ ക്ലീൻ ചെയ്യണം. അത്യാവശ്യം മണ്ണുണ്ട്. ഈ ഒരു മണ്ണ് എങ്ങനെ കയറിയോ ആവോ. ഇതിന് മുന്നേ ഇത് ആരെങ്കിലും എന്തെങ്കിലും യൂസ് ചെയ്തിട്ടുണ്ടോ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെള്ളത്തിൽ കിടക്കുകയാണെന്നൊന്നും ആർക്കറിയാം. എന്തായാലും നമുക്കിത് കൊണ്ടുവന്ന് ക്ലീൻ ചെയ്യാം. അപ്പോൾ കുപ്പി നമ്മൾ വെള്ളത്തിൽ കൊണ്ടിട്ടതിന് ശേഷം നമ്മൾ ഇപ്പോൾ നമ്മുടെ ടാങ്ക് ഒന്ന് നോക്കിയേക്കുവാണ്. അപ്പോൾ ഏകദേശം പകുതി ലെവലോളം വെള്ളമായിട്ടുണ്ട്. നമുക്ക് ഏകദേശം ഇത്ര ലെവലിൽ വെള്ളം മതി. കാരണം ഇത് ഫുള്ള് നിറയ്ക്കേണ്ട ആവശ്യം നമുക്കില്ല. അങ്ങനെ ഓടിച്ചെന്ന് പൈപ്പ് ഓഫ് ചെയ്തിട്ട് നമ്മൾ നേരെ നമ്മുടെ കുപ്പി കഴുകിയെടുക്കുന്ന പരിപാടിയിലേക്ക് കിടന്ന് നമ്മൾ കുപ്പി മൊത്തത്തിലൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കഴുകി വൃത്തിയാക്കിയപ്പോൾ തന്നെ ആ കുപ്പിയുടെ ശരിക്കും പറഞ്ഞാൽ ലുക്ക് കണ്ടോ നിങ്ങൾ. നല്ല രീതിയിൽ തന്നെ ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇട്ട് നമ്മളെ പതിയെ ഉരച്ചൊക്കെ കഴുകിയൊക്കെ എടുത്തതാണ്. എന്തായാലും കഴുകിയെടുത്തപ്പോഴത്തേക്കും ആൾ കുട്ടപ്പനായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൽ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ലീക്ക് ഉണ്ടോ എന്ന് നമുക്ക് നോക്കാൻ വേണ്ടി കുറച്ച് വെള്ളം ഇതിലേക്കൊന്ന് നിറച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് നേരം നമ്മളിരുന്ന് വീക്ഷിക്കുക. എന്തായാലും കുറച്ച് വെള്ളമല്ല, കുറച്ചധികം വെള്ളം നമ്മൾ അതിൽ ഒഴിച്ച് വെച്ച് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ലീക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് നമുക്ക് മനസ്സിലായി. ചുമ്മാ ഇങ്ങനെ വെള്ളം ഒഴിച്ച് നിർത്തിയപ്പോൾ തന്നെ കുപ്പി കാണാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതൊരു പ്ലാന്റഡ് ആയിട്ടുള്ളൊരു ചെറിയൊരു മിനി അക്വേറിയം ആക്കി എന്തായിരിക്കും സ്ഥിതി. എന്തായാലും ഈ ഒരു വെള്ളം ഈ ഒരു കുപ്പിക്കകത്ത് തന്നെ ഇരിക്കട്ടെ. കാരണം എന്താണ് നേരത്തെ ഇതിലുണ്ടായിരുന്നതെന്ന് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കുറച്ച് ദിവസത്തേക്ക് ഈ ഒരു കുപ്പിക്കകത്ത് തന്നെ ഇങ്ങനെ വെച്ചേക്കാം. ഇനിയിപ്പോൾ നമുക്ക് അടുത്ത് ചെയ്യേണ്ട ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ വെള്ളം നിറച്ച് ഫില്ല് ചെയ്ത് കൊടുത്ത റിങ്ങിനകത്ത് കുറച്ച് അതിഥികളുണ്ട്. അവരെ നമുക്ക് പിടിക്കണം. അതും ക്ഷണിക്കപ്പെടാത്ത ഒരു അതിഥികളാണ് കുറച്ച് പേര് അതിലത്തുള്ളത്. കുറച്ച് ദിവസമായി നമ്മുടെ ഈ ഒരു ടാങ്കിൽ ഞാൻ സ്പോട്ട് ചെയ്യുന്നു. എന്തായാലും വെള്ളം നിറച്ച് കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഇന്നെന്തായാലും അതിനെയും കൂടെ അങ്ങ് പിടിച്ച് മാറ്റിയേക്കാം. അപ്പോൾ എന്താണ് സാധനം എന്ന് ഇപ്പോൾ കാണിച്ചു തരാം. ചെറിയ സാധനമാണ് കേട്ടോ. പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ളൊരു സാധനമൊന്നും അല്ല. എന്തായാലും അത് ഈ ടാങ്കിൽ കടന്ന ഗുണവും ഇല്ല ദോഷവും ഇല്ല. ആ ഒരു സ്ഥിതി അല്ല, ദോഷമില്ലെന്ന് പറയാനും പറ്റത്തില്ല. ചെറിയ ഗപ്പി കുഞ്ഞുങ്ങളെയൊക്കെ തട്ടാൻ അത് തന്നെ മതി. അപ്പോൾ എന്തായാലും നമ്മൾ അതിനെ ഇങ്ങനെ സ്കെച്ച് ചെയ്യാൻ വേണ്ടി
നോക്കിയിരിക്കുവാണ്. എന്തായാലും എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ അന്നേരം പിടിക്കാവുന്ന രീതി. അപ്പം നമുക്ക് ഒരെണ്ണത്തിനെ കിട്ടിയിട്ടുണ്ട്. ഒരെണ്ണത്തിനെ നമ്മൾ കയ്യോടെ നേടും നമ്മുടെ നെറ്റിലേക്ക് തൂക്കിയിട്ടുണ്ട്. വേറൊന്നുമല്ല കേട്ടോ, നമ്മുടെ തവളച്ചാറിൻ്റെ കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ ഇത് ഈ ഒരു ടാങ്കിൽ അവിടെ ഇവിടെയായിട്ട് ഞാൻ കുറേ എണ്ണത്തിനെ കാണുന്നുണ്ട്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് നമ്മളിങ്ങനെ പിടിക്കണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും ഇതിനെ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാനും ഒരു സാധനമുണ്ട്. ഏത്? നമ്മുടെ ഓസ്കാർ. എന്തായാലും നമ്മൾ ഇതിൽ നിന്ന് പിടിച്ചൊഴിവാക്കുന്നുണ്ട്. എന്നാൽ പിന്നെ വെറുതെ കളയണ്ടെന്ന് വെച്ചാണ് നമ്മുടെ ഓസ്കാറിന് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. ഇത് കറക്റ്റ് നമ്മുടെ ഓസ്കാറിൻ്റെ മൗത്ത് സൈസിനനുസരിച്ചേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമുക്ക് സുഖമായിട്ട് കൊടുക്കാം. അങ്ങനെ ഇപ്പോൾ രണ്ടാമത്തെ അതിഥിയും കൂടെ നമ്മൾ പിടിച്ചിട്ടുണ്ട്. അതിഥിയുടെ കൂടെ കുറച്ച് സ്നെയിൽസും വന്നിട്ടുണ്ട്. ഈ ഒരു സ്നെയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കൊണ്ടിട്ടതൊന്നുമല്ല. ഇത് നാച്ചുറലായിട്ട് നമ്മുടെ ഒരു ടാങ്കിൽ ഉണ്ടായി വരുന്ന സ്നെയിലാണ്. അങ്ങനെ നമ്മുടെ കണ്ണി കണ്ട 2-3 എണ്ണത്തിന് നമ്മൾ പിടിച്ചിട്ടുണ്ട്. എന്തായാലും ഇനിയിപ്പം കുറച്ചുകൂടെ ഉണ്ട് ഇതാത്തി. പക്ഷേ എവിടെയാണെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. അവിടെ ഇവിടെയൊക്കെ ഒളിച്ചിരിക്കുകയാണ്. അതിനെയൊക്കെ നമുക്ക് വഴിയെ പിടിക്കാം. എന്തായാലും നമ്മൾ പോകുന്നതിന് മുന്നേ നമ്മൾ ഗപ്പികൾക്ക് കുറച്ച് ഫുഡും കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി എപ്പോഴാണോ എന്തോ നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് വരാൻ പോകുന്നത്. എന്തായാലും നമ്മൾ വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഈ ഒരു ടാങ്കിൻ്റെ അടുത്തേക്ക് വരാറുള്ളൂ. അതുകൊണ്ട് തന്നെ ചെല്ലുന്ന ടൈമിലൊക്കെ നമ്മൾ ഫുഡുമായിട്ടേ ചെല്ലാറുള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു 2 ടാങ്ക് നമുക്ക് നല്ല രീതിയിൽ തന്നെ അടച്ചു വെച്ചിട്ട് പോകണം. കാരണം ഇവിടെ കൊക്കിൻ്റെ ശല്യം അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലപോലെ അടയ്ക്കണം. ഇനിയിപ്പോൾ നമുക്ക് ഈ ഒരു ബക്കറ്റ് കിടക്കുന്ന മറ്റേ മാക്രിക്കുട്ടന്മാരെ നമുക്ക് കൊണ്ടുപോകും നമ്മുടെ ഓസ്കാറിന് ഇട്ട് കൊടുക്കാം. എന്തായാലും അതുകൂടെ കാണിച്ച് വലിയ ലാഗൊന്നും ആക്കുന്നില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു കൊച്ചു പരിപാടികളൊക്കെ ഇവിടെ തീരും. അങ്ങനെ ഫുഡ് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും ഗപ്പികളും ഹാപ്പി, ഓസ്കാറും ഹാപ്പി. ഇതെല്ലാം കണ്ടു നിന്ന് നമ്മളും ഹാപ്പി. എന്തായാലും അടുത്ത മഴയിൽ ഇതൊക്കെ കൂടെ എല്ലാം കൂടെ ഒലിച്ചു പോയിരുന്നാൽ വീണ്ടും കാണാം നമുക്ക്.